എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ നമ്മുടെ ലൂഫിയാൻ ടീം അവരൊരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഡ്രാഗന്റെ കഥ കഴിച്ചു. ഉടനെ ഉസോപ്പാണെങ്കിൽ ശ്വാസമൊക്കെ വലിച്ചുവിട്ട് ഹാവ് എല്ലാം കഴിഞ്ഞു, ഇനി നമുക്ക് തിരിച്ചു പോയിക്കൂടെ? അതിന് ലൂഫി, നീ അത് കാണുന്നില്ലേ? ആ രണ്ട് കാലുകൾ, നമുക്ക് എങ്ങനെയെങ്കിലും അവനെ പുറത്തേക്ക് വലിച്ചെടുത്ത് രക്ഷപ്പെടുത്തണം. അവനെ രക്ഷപ്പെടുത്താനല്ലേ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് ഇവിടേക്ക് വന്നതെന്ന് ചോദിച്ച് ലൂഫി ആണെങ്കിൽ ഇപ്പൊ ആ രണ്ട് കാലുകളിലും പിടിച്ച് പുറത്തേക്ക് വലിക്കും. അതിന് അവനാണെങ്കിൽ ടെൻഷനായിട്ട് ലൂഫിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ലൂഫി ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കും. നീ ഒരല്പസമയം അടങ്ങിക്കിടക്ക്, ഞങ്ങൾ നിന്നെ വെളിയിൽ കൊണ്ടുവരാന്ന് പറഞ്ഞ് ആ രണ്ട് കാലിലും പിടിച്ച് വലിച്ച് ഇപ്പൊ അവനെ പുറത്തേക്ക് ഇടുകയാണ്. പുറത്തേക്ക് വരേണ്ട താമസം ഉസോപ്പ് കാറ് നിലവിളിക്കും. ലൂഫിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവൻ എന്തു പറ്റിയെന്ന് പറഞ്ഞ് മുൻപിലേക്ക് നോക്കുമ്പോഴായിരിക്കും അവൻ പിടിച്ചു വലിച്ച ആ ഒരു ബോഡി കാണുക. ആ ബോഡിക്ക് രണ്ട് കാലുകൾ മാത്രമേ ഉള്ളൂ, ബാക്കി ഉടലില്ല. ലൂഫിക്കാണെങ്കിൽ വലിയ ഷോക്ക്. അയ്യോ, ഞാൻ അവനെ രണ്ടായിട്ട് വലിച്ചു പറിച്ച് മുറിച്ചു കളഞ്ഞോ? ഞാനൊരു വലിയ പാപിയാണെന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരയും. അവന്റെ കൂടെ തന്നെ നമ്മുടെ ഉസോപ്പും. അപ്പോഴായിരിക്കും ആ രണ്ട് കാലുകൾ എഴുന്നേറ്റ് നിൽക്കുക. ആ കാലുകളാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങും. ഹാവ്, ഞാൻ രക്ഷപ്പെട്ടു. ഇത്രയും നേരവും ഞാൻ എവിടെയോ കുടുങ്ങി കിടക്കുകയായിരുന്നു. അതുകൊണ്ട് വീണ്ടും നമ്മുടെ ആൾക്കാർക്ക് പേടിയാവും. നമ്മുടെ ആൾക്കാരെല്ലാവരും അതിനെ കണ്ട് ദൂരേക്ക് മാറുമ്പോ റോബിൻ മാത്രം കൂളായിട്ട് അതിന്റെ അടുത്തേക്ക് വന്ന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ തുടങ്ങും. അത് ചോദിക്കും, നിങ്ങൾ ആരൊക്കെയാണ്? എനിക്ക് നിങ്ങളെ കാണാനായിട്ട് കഴിയുന്നില്ല. അതിനെ കൊണ്ടാണെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാരെ സെൻസ് ചെയ്യാൻ പറ്റും. അത് ദേഷ്യപ്പെട്ട് പറയും, എന്റെ അടുത്തൊന്ന് മാറി നിൽക്ക്, ആർക്കും എന്നെ തകർക്കാനാവില്ല, എനിക്കൊരു വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് പറഞ്ഞ് അതിപ്പോ ഓടാനായിട്ട് തുടങ്ങും. അതിന് ലൂഫി അവന്റെ പിന്നാലെ ഓടി, നിനക്ക് എന്തുകൊണ്ട് എന്റെ ടീമിൽ ചേർന്നുകൂടാ ചോദിക്കാനായിട്ട് വരുമ്പോഴേക്കും ഉസോപ്പ് ലൂഫിയുടെ തലയ്ക്കൊരു ഒറ്റ അടി. നീ എന്തായി ചെയ്യണേ? പോകുന്നവരും വരുന്നവരും മുഴുവൻ നീ ടീമിലേക്ക് വലിച്ചു കയറ്റുകയാണോ? അവൻ ആരാണെന്നോ എന്താണെന്നോ എന്തെങ്കിലും നിനക്കറിയോ? അതിൽ ലൂഫി പറയും, അത് ചോദിക്കാനാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയി തിരികെ വരുമ്പോഴേക്കും ആ ഡ്രാഗനെ വോൾക്കാനോ ഉപയോഗിച്ച് ഫ്രൈ ആക്കി വെക്കാൻ പറഞ്ഞ് ലൂഫി ഓടും. റോബിനാണെങ്കിൽ ഇപ്പൊ വലിയൊരു ചിന്തയിലാണ്. കാരണം അവൻ ഓടുന്ന സമയത്ത് വാർലോഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ ഓടിപ്പോയത്. ഒസോപ്പിനാണെങ്കിൽ വീണ്ടും അവന്റെ പേടി കൂടും. ഇനി ഇൻ കേസ് 7 വാർലോഡ്സിൽ ആരെങ്കിലും ഇവിടെ ഉണ്ടാവുമോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം നമ്മുടെ കയ്യിൽ ഒതുങ്ങില്ല. ഇപ്പോഴും സമയം വൈകിട്ടില്ല, നമുക്ക് എത്രയും വേഗം തിരികെ പോവാം. പക്ഷെ ഉസോപ്പ് പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കില്ല. അതേസമയം ആ ഹാഫ് ബോഡി അതിന്റെ പിന്നാലെ ലൂഫി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ലൂഫി വേറെ വഴിയില്ലാതെ അവന്റെ കൈ അങ്ങനെ നീട്ടി ഹാഫ് മാനെ പിടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ കറക്റ്റ് ആയിട്ട് ലൂഫിയുടെ കൈ സെൻസ് ചെയ്ത് അവിടുന്ന് തെന്നി മാറും. ലൂഫിയുടെ കൈ ആണെങ്കിൽ ഇപ്പൊ തീയിൽ ചെന്ന് പെട്ട് അവന്റെ കൈ പൊള്ളുകയാണ്. ലൂഫി ദേഷ്യപ്പെട്ട് പറയും, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേൾക്ക്, നിങ്ങൾ നിന്റെ ശത്രുക്കളൊന്നും അല്ല, നീ ഇപ്പൊ തന്നെ ഞങ്ങളുടെ ടീമിൽ വന്ന് ചേരുമെന്ന് പറയും. അതിനവരാണെങ്കിൽ ഏതോ ഒരു ഭാഗത്ത് പോയി നിന്ന് പറയും, ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നെ ഫോളോ ചെയ്ത് വരാൻ പാടില്ല, എന്നെ അറ്റാക്ക് ചെയ്യരുത്, എന്നെ ഫോളോ ചെയ്താൽ ഉറപ്പായാലും അതിനുള്ളത് നിങ്ങൾ അനുഭവിക്കും. ലൂഫിക്ക് പിടികിട്ടും അവന് കാണാൻ മാത്രമല്ല അവനെ കൊണ്ട് കേൾക്കാനും കഴിയില്ല. ആകപ്പാടെ അവന് സെൻസ് ചെയ്യാൻ മാത്രമേ പറ്റുന്നുള്ളൂ. ലൂഫി ആണെങ്കിൽ അവനെ പിടിച്ചു വലിച്ച് ഒരൊറ്റ ഇടി, നീ ഇപ്പൊ തന്നെ എന്റെ ടീമിൽ ചേരണമെന്ന് പറയും. പക്ഷെ ഇടി കിട്ടി അവൻ എവിടേക്കോ തെറിച്ചു പോയിട്ടുണ്ടാവും. ലൂഫി ആണെങ്കിൽ തിരികെ വന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ആൾക്കാരോട് പറയും. അപ്പോഴേക്കും സോപ്പും സോറയും റോബിനും ചേർന്ന് ആ ഒരു വലിയ ഡ്രാഗൺ ടേസ്റ്റി ആയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അതിന്റെ ഇറച്ചി കടിച്ചു പറിച്ച് തിന്നും. അപ്പോഴായിരിക്കും ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ഇപ്പൊ ലൂഫിയെ കാണിക്കുക. ലൂഫിയുടെ തൊട്ടു പിന്നില് ആ ഒരു ഹാഫ് മാൻ അവനിപ്പോ ഒട്ടിയിരിക്കുകയാണ്. ഇവന്റെ അതേ നിലവിളി തന്നെയാണ് ആ സ്നെയിലൂടെ നമ്മുടെ ആൾക്കാർ കേട്ടത്. ഉസോപ്പ് പറയും, ഒരുപക്ഷെ ഇവന്റെ ബാക്കി ബോഡി അത് അന്വേഷിക്കായിരിക്കും. സോ നമ്മൾ ഇവന്റെ ബാക്കി ബോഡി കണ്ടുപിടിച്ച് അവിടേക്ക് ഇവൻ എത്തിക്കണം. അങ്ങനെ ഇവരിവിടെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും സോറോ ഒരു കാഴ്ച കണ്ട് നമ്മുടെ ആൾക്കാരെ വിളിക്കുക. അവർ ഓടി വന്ന് ദൂരേക്ക് നോക്കും. അപ്പൊ അവര് കാണും ഈ വോൾക്കാനോ കത്തിയെരിയുന്നതിന്റെ അടുത്തായിട്ട് ഒരു ലേക്ക്, അതിന്റെ അപ്പുറം ഐസാൽ മൂടപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ഐലാൻഡ്. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ അത് കണ്ട് വിശ്വസിക്കാനാവില്ല. ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് ചെറുതായിട്ട് കണക്ഷൻ കിട്ടും. കാരണം ഫോൺ ചെയ്ത ആള് അവനുള്ള സ്ഥലം അത് തണുത്ത് ഐസാൽ മൂടപ്പെട്ട സ്ഥലമാണ് എന്നാണ് പറഞ്ഞത്. മാത്രമല്ല സാമുറൈസ് അവന്റെ കൊളീഗ്സിനെ വെട്ടിയെന്നും അവൻ പറഞ്ഞിരുന്നു. ലൂഫി ആണെങ്കിൽ പിന്നെ മറ്റൊന്നും ആലോചിക്കില്ല, ഉഷാറായിട്ട് അവിടേക്ക് ഓടും. അവന്റെ തൊട്ടു പിന്നാലെ സോറോയും റോബിനും. പക്ഷെ ഇത്തവണ ഉസോപ്പ് ആണെങ്കിൽ പോവാൻ തയ്യാറാവില്ല. എന്നെ കൊണ്ട് പറ്റില്ല, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവിടേക്ക് ഇല്ല എന്ന് പറഞ്ഞ് അവനങ്ങനെ ഉറച്ചു നിൽക്കും. അപ്പോഴായിരിക്കും ഉസോപ്പ് അവൻ പുറകിൽ നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുക.
നിൽക്കുക. അവൻ ആ ഭാഗത്തേക്ക് നോക്കും. അപ്പൊ ദൂരത്തായിട്ട് 2 ചിറകുകൾ വെച്ച ഒരു പെൺകുട്ടിയെ കാണും. ഉസോപ്പ് ഓടി വന്ന് ഇപ്പൊ സോറയെ പിടിച്ചു വലിച്ചു പറയും, ദൂരത്തായിട്ട് 2 ചിറകുകളുള്ള പെൺകുട്ടിയെ ഞാൻ കണ്ടു, നീ അവിടേക്ക് നോക്കുമെന്ന് പറയും. അവൻ പറയുന്നത് കേട്ട് ഷോക്കായി എല്ലാവരും അവിടേക്ക് നോക്കും. അവിടെയാണെങ്കിൽ ഒന്നും കാണാനുണ്ടാവില്ല. ഇതാ ആ മഞ്ഞുമല കാണിക്കും. അവിടെയാണെങ്കിൽ PH006 എന്ന് പേരുള്ള ഒരു ലാബ് കാണിക്കും. ആ ലാബിലാണെങ്കിൽ നമ്മൾ മുൻപ് കണ്ട കപ്പലിൽ കയറി പറ്റിയ ആളുകള്, അവറ്റകളാണെങ്കിൽ ഇപ്പൊ ലാബിനുള്ളിലുള്ള അവരുടെ ബോസിന്റെ അടുത്ത് കപ്പലിലുള്ള നമ്മുടെ ആൾക്കാരെ കണ്ടതും അവരെ കൊണ്ടുവന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയും. അത് കേൾക്കേണ്ട താമസം അവരുടെ ബോസ് പറയും, നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് കിട്ടിയിരിക്കുന്ന വലിയൊരു ചാൻസ് ആണ് അവര്, സോ ഇത് മിസ്സാക്കാൻ പാടില്ല, അവരെ വെച്ച് ആ ഒരു എക്സ്പെരിമെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അവരുടെ ലീഡർ ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറയും. ഉടനെ അവര് പറയും, ആ കപ്പലിൽ ഇനി ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, അവനെ ഓൾറെഡി അവര് കൊന്നു കളഞ്ഞാന്ന് തോന്നുന്നു, അവന്റെ സ്കെൽറ്റൻ മാത്രമേ ആ കപ്പലിലുള്ളൂ, അതുകൊണ്ട് അവന്റെ ബോഡി മാത്രം ഞങ്ങൾ എടുത്തില്ല. ആക്ച്വലി ഇവർ പറയുന്നത് ബ്രൂക്കിനെ കുറിച്ചാണ്. ലീഡറിനാണെങ്കിൽ ഭയങ്കര സന്തോഷം, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾ എത്രയും വേഗം എക്സ്പെരിമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയും. ആക്ച്വലി അവര് നമ്മുടെ ആൾക്കാരുടെ കപ്പൽ കൂടെ അടിച്ചു മാറ്റിയാണ് അവിടേക്ക് വന്നത്. അവറ്റകളാണെങ്കിൽ വീണ്ടും നമ്മുടെ ആൾക്കാരുടെ കപ്പലിൽ കയറി ഇറങ്ങി പരിശോധിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴായിരിക്കും ബ്രൂക്കിന് ബോധം തെളിഞ്ഞ് അവൻ പതിയെ എഴുന്നേക്കുക. അവൻ ചുറ്റും നോക്കും, ആരെയും കാണാനില്ല. മാത്രമല്ല മഞ്ഞ കോട്ടൊക്കെ ഇട്ട് കുറച്ചു പേരിപ്പോ കപ്പലില്. അവന് ബോധം പോകുന്നതിന് മുൻപ് അവൻ ഉണ്ടായിരുന്നത് വലിയൊരു വോൾക്കാനോട് അടുത്തായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഒരു മഞ്ഞുമലയുടെ അടുത്തും. ബ്രൂക്ക് ആണെങ്കിൽ പതിയെ എഴുന്നേറ്റ് അവറ്റകളുടെ അടുത്തേക്ക് വരും. ഹലോ, എന്റെ പേര് ബ്രൂക്ക്, ആക്ച്വലി ഇത് ഞങ്ങളുടെ കപ്പലാണ്, ഇതിലെന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ അവരെ ആരെയും കാണാനില്ല. മാത്രമല്ല ഞങ്ങളുടെ കപ്പൽ നിർത്തിയിട്ടിരുന്നത് ഒരു വോൾക്കാനോട് അടുത്താണ്. ഇപ്പൊ ഇതെങ്ങനെ ഇത്രയും വലിയ ഐസ്ബർഗിന്റെ ഒക്കെ അടുത്തെത്തി? നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു കോട്ടോ ബ്ലാങ്കറ്റോ അങ്ങനെ എന്തെങ്കിലും തരോ, തണുത്തിട്ട് എനിക്ക് നിൽക്കാൻ വയ്യ. അത് കേൾക്കേണ്ട താമസം അവറ്റകളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ബ്രൂക്കിനെ അറഞ്ചം പുറഞ്ചം ഷോട്ട് ചെയ്ത് താഴെയിടും. അതേസമയം ഇവിടെ സാഞ്ചിക്കാണെങ്കിൽ ബോധം തെളിഞ്ഞു. അവൻ ആ ഡോറിൽ അറഞ്ചം പുറഞ്ചം ആഞ്ഞ് ചവിട്ടും. പക്ഷെ ഡോർ ആരും തന്നെ ഓപ്പൺ ചെയ്യില്ല. ആ ശബ്ദം കേട്ട് ഇപ്പൊ ഫ്രാങ്കിയും ചോപ്പറും നാമയും അവര് 3 പേരും ഞെട്ടി എഴുന്നേക്കും. എന്തുപറ്റി, എന്താ ഉണ്ടായേ, നമ്മളിപ്പോ എവിടെയാ? അതിന് സാഞ്ചി പറയും, നമ്മളെ എല്ലാവരെയും ആരൊക്കെയോ ചേർന്ന് കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, സ്ലീപ്പിംഗ് ഗ്യാസ് ഉപയോഗിച്ച് നമ്മളെ ബോധം കെടുത്തി അവരിവിടേക്ക് കൊണ്ടുവന്നു. ചോപ്പർ ആണെങ്കിൽ ചുറ്റും നോക്കും, അവർക്ക് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോന്ന്. പക്ഷെ അവിടെയാണെങ്കിൽ ഒരു ഗ്യാപ്പ് പോലും ഇല്ല. അപ്പോഴായിരിക്കും അവരുടെ ടീമിൽ ബ്രൂക്കിനെ കാണാനില്ല എന്നുള്ള കാര്യം അവൻ ചിന്തിക്കുക. ഒരുപക്ഷെ ബ്രൂക്കിനെ അവർ മിസ് ചെയ്തിട്ടുണ്ടാവോ? എന്തുകൊണ്ടായിരിക്കും അവർ ബ്രൂക്കിനെ പിടിക്കാതിരുന്നെന്നൊക്കെ ചിന്തിക്കുമ്പോൾ ദൂരത്തു നിന്നായിട്ട് ആരോ സംസാരിക്കുന്നതായിട്ട് കാണും. ഇവിടെ ആൾക്കാർ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് വ്യക്തമായിട്ട് നോക്കും. അവിടെയാണെങ്കിൽ ഒരാളുടെ തലയാണെങ്കിൽ പീസ് പീസാക്കി ഇട്ടിരിക്കുകയാണ്. കണ്ണ്, ചുണ്ട്, പുരുകം എന്നിങ്ങനെ ഓരോന്നും ഓരോ പീസ്. അതിൽ ആ ചുണ്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിന്റെ അടുത്തേക്ക് വരും. അത് പറയും, ഞാനും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ്, എന്റെ തലയുടെ പാർട്സ് ആണ് ഇങ്ങനെ വെട്ടിപ്പിരിച്ചു വെച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ അതൊന്ന് അസംബിൾ ചെയ്യാവോ? ഉടനെ നമ്മുടെ ആൾക്കാരാണെങ്കിൽ അതിപ്പോ അസംബിൾ ചെയ്യാൻ തുടങ്ങും. ആദ്യമൊക്കെ പൊട്ടത്തെറ്റായിട്ടായിരിക്കും അസംബിൾ ചെയ്യുക. ചോപ്പറിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. അവൻ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പൊ അവനോട് ചോദിക്കും. സത്യം പറയും, നീ എങ്ങനെ ഇങ്ങനെയായി മാറി? ആരാണ് നീ? എങ്ങനെയാണ് ഇവിടെ എത്തിയത്? അതിനവൻ പറയും, അവരെല്ലാവരും ചേർന്ന് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. അവൻ വലിയൊരു സ്ക്വാഡ് ഉപയോഗിച്ച് എന്നെ അച്ചറം പൊച്ചറം വെട്ടി ഈ പരുവത്തിലാക്കി. ഞാൻ കരുതിയത് ഞാൻ മരിച്ചിട്ടുണ്ടാവുമെന്നാണ്. പക്ഷെ എന്റെ ബോഡി പാർട്സ് എല്ലാം തന്നെ കഷ്ണങ്ങളായിട്ടും എനിക്ക് ജീവൻ നഷ്ടമായിട്ടില്ല. ആക്ച്വലി ഇവനാണ് നമ്മുടെ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തത്. ഇവന്റെ ബാക്കി ഉടൽ ഭാഗമാണ് ലൂഫിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്. അതേസമയം ഇവിടെയാണെങ്കിൽ ലൂഫി ആൻഡ് ടീം അവരാ ലേക്കിനെ ലക്ഷ്യമാക്കി നടന്നു വരികയാണ്. ഒരുപാട് ചൂടും തീയും ലാവയൊക്കെ ചുറ്റും ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ട്രാവലിംഗ് വളരെ ഡിഫിക്കൽട്ടാണിപ്പോ. പക്ഷെ ലൂഫിക്കാണെങ്കിൽ ഇതെല്ലാം ഭയങ്കര ത്രില്ലാണ്. അവൻ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് കാവടി തുള്ളി വരുമ്പോഴായിരിക്കും ആരോ ഒരാള് പുറകിലൂടെ ചാടി വന്ന് അവൻ അറ്റാക്ക് ചെയ്യുക. ലൂഫി ആണെങ്കിൽ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ആ വില്ലനാണെങ്കിൽ ലൂഫിയെ നോക്കും. ലൂഫിക്കിപ്പോ 4 കാല്, വില്ലനും 4 കാല്. ആക്ച്വലി ആ ഹാഫ് ബോഡി ഉള്ളവൻ ഇപ്പൊ ലൂഫിയുടെ ബോഡിയിൽ ഒട്ടി നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ലൂഫിക്ക് 4 കാലുണ്ടാവുക. ആ വില്ലനാണെങ്കിൽ ലൂഫി അവന്റെ ടീമിൽപ്പെട്ട ആരോ ആണെന്ന് ഇപ്പൊ തെറ്റിദ്ധരിക്കും. കാരണം അവരെ പോലെ തന്നെ ലൂഫിക്കും 4 കാലുണ്ട്. ഐ എം സോറി, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. നമ്മളെല്ലാവരും ഒരേ ടീമാണ്, നമ്മൾ ചേർന്ന് നിൽക്കണമെന്ന് പറഞ്ഞ് അവൻ ലൂഫിയെ കെട്ടിപ്പിടിക്കും. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത ഇപ്പൊ വേറൊരുത്തൻ. അവനാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കണ്ട് സ്നെയിലിലൂടെ ആരെയോ കോണ്ടാക്ട് ചെയ്ത് പറയും, അവരെ ഞാൻ കണ്ടുപിടിച്ചു, മിനിറ്റുകൾ കൊണ്ട് അവരെ ഞാൻ കൊല്ലും. അവൻ കോണ്ടാക്ട് ചെയ്ത് മറ്റാരെയോ അല്ല, ഉസോപ്പ് മുൻപ് കണ്ട ആ ചിറകുകളുള്ള ലേഡിയെയാണ്.
അവള് ഫുൾ കലിപ്പിൽ പല്ല് കടിച്ച് നമ്മുടെ ആൾക്കാരെ കൊന്നു കളയാൻ പറഞ്ഞ് ആ മഞ്ഞുമലയെ നോക്കി ഫ്ലൈ ചെയ്ത് പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഒരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.